എൻസൈക്ലോമിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സമൂഹത്തിന്റെ ഓരോ തട്ടിലുള്ളവർക്കും വ്യത്യസ്തങ്ങളായിട്ടുള്ള രീതിയിൽ സാമ്പത്തിക സഹായം കേന്ദ്ര സർക്കാരുകൾ ഉറപ്പാക്കുന്നുണ്ട്. എന്നാൽ തങ്ങൾക്ക് ലഭിക്കേണ്ട ഇത്തരം ആനുകൂല്യങ്ങളെ കുറിച്ച് ഭൂരിഭാഗം ആളുകളും ബോധവാന്മാരല്ല. ഇത്തരത്തിൽ രാജ്യത്തെ അമ്മമാർക്ക് APL BPL വ്യത്യാസമില്ലാതെ 11,000 രൂപ വരെ ലഭിക്കുന്ന പദ്ധതിയുമായി ബന്ധപ്പെടുത്തിയുള്ള വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. രാജ്യത്തെ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾക്ക് ക്ഷേമം ഉറപ്പാക്കുവാനായിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി മാതൃവന്ദൻ യോജന. ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും ഭക്ഷണവും മറ്റ് സുഖ സൗകര്യങ്ങളും ഉറപ്പാക്കുവാനായിട്ടും നിശ്ചിത തുക സർക്കാർ ഈ പദ്ധതിയിലൂടെ നൽകുന്നതാണ്. ഗർഭകാലത്തും പ്രസവാനന്തരവും ജോലിക്ക് പോകാൻ കഴിയാത്ത അമ്മമാർക്കുണ്ടാവുന്ന വരുമാന നഷ്ടം പരിഹരിക്കുക എന്നതാണ് ഈ പദ്ധതിയിലൂടെ പ്രധാനമായിട്ടും ലക്ഷ്യം വയ്ക്കുന്നത്. കൂടാതെ അമ്മയ്ക്കും കുഞ്ഞിനും ആവശ്യമായിട്ടുള്ള പോഷകാഹാരം ഉറപ്പാക്കുക, മതിയായിട്ടുള്ള വിശ്രമം നൽകുക, മികച്ച ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുക എന്നിവയും ഇതിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നുണ്ട്. ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ടാണ് തുക കൈമാറുന്നത്. ആദ്യ പ്രസവത്തിന് 5,000 രൂപയാണ് സർക്കാർ നൽകുന്നത്. ഗർഭധാരണ സമയത്ത് നടത്തുന്ന രജിസ്ട്രേഷന് പിന്നാലെ ഇതിൽ 1,000 രൂപ ഗർഭിണികളുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നതാണ്. 6 മാസം കഴിഞ്ഞതിനു ശേഷം 2,000 രൂപയും കുട്ടി ജനിച്ചതിന് ശേഷം ആദ്യ വാക്സിനേഷൻ പൂർത്തീകരിച്ചാൽ 2,000 രൂപയും കിട്ടുന്നതാണ്. രണ്ടാമത്തെ കുട്ടി ഒരു പെൺകുഞ്ഞാണ് എങ്കിൽ ഗുണഭോക്താവിന് 6,000 രൂപ ഒരൊറ്റ ഗഡുവായിട്ട് ലഭിക്കുന്നതാണ്. ജനന ലിംഗാനുപാതം മെച്ചപ്പെടുത്തുവാനും പെൺകുട്ടികളുടെ ജനനം പ്രോത്സാഹിപ്പിക്കുന്നതിനുമാണ് സർക്കാർ ഈ ഒരു അധിക സഹായം നൽകുന്നത്. ഇതോടെ ഒരു കുടുംബത്തിന് ഈ പദ്ധതിയിലൂടെ ലഭിക്കാവുന്ന ആനുകൂല്യം 11,000 രൂപയാണ്. രണ്ടാമത്തെ കുട്ടി ആൺകുഞ്ഞാണ് എങ്കിൽ ഈ ഒരു പദ്ധതി മുഖേന 6,000 രൂപ ലഭിക്കില്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാൽ ആദ്യ പ്രസവത്തിന് ആണായാലും പെണ്ണായാലും 5,000 രൂപ ലഭിക്കുന്നതാണ്. സാമ്പത്തികപരമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കുമാണ് ഇതിന് അർഹത ഉണ്ടായിരിക്കുന്നത്. സർക്കാർ ജീവനക്കാർക്കോ മറ്റ് നിയമനങ്ങൾ വഴി സമാനമായിട്ടുള്ള പ്രസവാനുകൂല്യം ലഭിക്കുന്നവർക്കോ ഈ പദ്ധതിയിൽ അർഹത ഉണ്ടായിരിക്കുന്നതല്ല. APL BPL വ്യത്യാസമില്ലാതെ ഈ ആനുകൂല്യം ലഭിക്കുമെങ്കിലും APL കാർഡുള്ളവർക്ക് ഈ ആനുകൂല്യം ലഭിക്കുവാൻ ചില മാനദണ്ഡങ്ങളുണ്ട്. അതായത് കുടുംബത്തിന്റെ ആകെ വാർഷിക വരുമാനം 8 ലക്ഷം രൂപയിൽ താഴെ ആയിരിക്കേണ്ടതാണ്. വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കി ആനുകൂല്യത്തിന് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. വരുമാന പരിധിക്ക് പുറമെ അംഗവൈകല്യമുള്ള അമ്മമാർ, തൊഴിലുറപ്പ് കാർഡുള്ളവർ, കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താക്കളായിട്ടുള്ള വനിതാ കർഷകർ, ഈശ്രം കാർഡ് ഉള്ളവർ, ആയുഷ്മാൻ ഭാരത് ഗുണഭോക്താക്കൾ തുടങ്ങിയവർക്കൊക്കെ അപേക്ഷിക്കാവുന്നതാണ്. BPL റേഷൻ കാർഡ് ഉള്ളവർക്ക് മറ്റുപാധികൾ ഒന്നുമില്ലാതെ തന്നെ ഈ ആനുകൂല്യം ലഭിക്കുന്നതാണ്. 18 വയസ്സ് കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. കേരളത്തിൽ വനിതാ ശിശു വികസന വകുപ്പിന് കീഴിലുള്ള അംഗനവാടികൾ വഴിയാണ് പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ഗുണഭോക്താക്കളിലേക്ക് എത്തുന്നത്. അതായത് അംഗൻവാടികൾ വഴിയാണ് പദ്ധതിയിലേക്ക് അപേക്ഷിക്കേണ്ടത്. ആധാർ കാർഡ്, ബാങ്ക് അക്കൗണ്ട്, ഗർഭ പരിശോധനയുടെ റിപ്പോർട്ട് എന്നിവ സമർപ്പിച്ച് ഫോം പൂരിപ്പിച്ച് നൽകാവുന്നതാണ്. അംഗനവാടിക്ക് പുറമെ PMAY ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയും അപേക്ഷിക്കാവുന്നതാണ്. ഈ ആനുകൂല്യവുമായി ബന്ധപ്പെടുത്തിയുള്ള പദ്ധതിയുടെ കൂടുതൽ അറിയിപ്പിനായിട്ട് നമുക്ക് അടുത്തുള്ള അംഗനവാടിയെ സന്ദർശിക്കാവുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.